Welcome to Wave Optics for degree class. ഇവിടെ കൊഹിയറൻസ് ഒരു പോസ്റ്റിംഗ് ഇട്ടു. രണ്ട് തരം കൊഹിയറൻസ് ഉണ്ടെന്നും ടെമ്പറൽ കൊഹിയറൻസ്, സ്പേഷ്യൽ കൊഹിയറൻസ്, പിന്നെ ഫേസ് റിവേഴ്സൽ ഓൺ റിഫ്ലക്ഷൻ ഫ്രം എ ഡെൻസർ സർഫസ്. ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് കാണാം. ആദ്യത്തേത്, what is temporal coherence, what is spatial coherence, spatial coherence length, coherence time. ഇതൊക്കെ ഞാൻ ചോദ്യമായിട്ട് പറയുന്നില്ല, അത് ഷോർട്ടായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. എസ് എന്ന് പറയുന്ന ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് വേവ്സ്, ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ള വേവ് എസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് പ്രോഗ്രസീവ് വേവാ, എക്സ്റ്റെൻഡിങ് അപ്പ് ടു ഇൻഫിനിറ്റി എന്നിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ രണ്ട് പോയിൻറ്റ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻ ദി ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ x1 x2. x1 എന്ന് പറഞ്ഞാൽ ഒരു വേവിൻ്റെ ട്രെയിലിംഗ് എൻഡും x2 എന്ന് പറഞ്ഞാൽ ലീഡിങ് എൻഡുമാണ്. തീർച്ചയായിട്ടും x1ഉം x2ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2π. ഒരു വേവിൻ്റെ രണ്ട് എൻഡും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 2π. ഇത് എപ്പോഴും 2π തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ x1 ആൻഡ് x2 ഈസ് ഓൾവേസ് 2π, or that phase difference is time independent. അതുപോലെ ഏത് പോയിൻറ്റ്സ്, രണ്ട് പോയിൻറ്റ്സ് എടുത്താലും ആ പോയിൻറ്റ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ടൈം ഇൻഡിപെൻഡൻ്റാണ്, എപ്പോഴും സ്റ്റഡി ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക, സേ x1 ഫേസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം എനർജി ചെല്ലുന്നതിനനുസരിച്ച് കൂടുതൽ പ്രാവശ്യം വൈബ്രേഷൻസ് അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുക. x1 ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വേവ് ഫോം ചെയ്യുക. അപ്പോൾ എനർജി എത്തുന്നതിനനുസരിച്ച് x1 എന്ന് പറയുന്ന ഒരു സ്ഥാനം എടുത്താൽ അവിടെ വൈബ്രേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫേസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെൽ എടുത്താൽ ആ ടൈം ഇൻ്റർവെൽ കൊണ്ടുണ്ടാവുന്ന ഫേസ് ചേഞ്ച് x1 എടുത്താൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ x1 ഫേസ് ഡിഫറൻസ് 2π. രണ്ട് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ, ടൈം 2 പീരീഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് 4π വരും. അപ്പോൾ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെൽ എടുത്താൽ x1 എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ചുരുക്കത്തിൽ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷനിൽ ഏത് പോയിൻ്റ് എടുത്താലും അവിടെ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആ ഫോർ എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ. ഏത് ടൈം ഇൻ്റർവൽ എടുത്താലും ഈ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസിന്, ഈ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നേച്ചറിനാണ് നമ്മൾ ടെമ്പറൽ കൊഹിയറൻസ് എന്ന് പറയുക. അപ്പോൾ ടെമ്പറൽ കൊഹിയറൻസ് എന്ന് പറയുന്നത് വേവിൻ്റെ പ്രോപ്പഗേഷൻ ഡയറക്ഷനിലെ ഏത് പൊസിഷനിലും ഫേസ് ഡിഫറൻസ് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ള. ഇത് നടക്കണമെങ്കിൽ വേവ് ലെങ്ത് ഫിക്സഡ് ആയിരിക്കണം. ഒരു വേവ് ലെങ്ത് വരാൻ പാടുള്ളൂ. പല വേവ്സിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ x1 ഒരു ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കില്ല ടൈം ഇൻ്റർവെൽ, ഒരേ ടൈം ഇൻ്റർവെൽ എടുത്താൽ. അപ്പോൾ സോഴ്സ് മോണോക്രോമാറ്റിക് ആണെങ്കിൽ മാത്രമേ ടെമ്പറൽ കൊഹിയറൻസ് നടക്കൂ. അതുകൊണ്ട് അതിനെ മോണോക്രോമാറ്റിസിറ്റി എന്ന് പറയുക. പക്ഷേ ഇതിപ്പോൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു വേവിൻ്റെ കേസാണ്. പക്ഷേ റിയൽ സോഴ്സ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് സോഴ്സിൽ നിന്ന് ഇൻഫിനിറ്റി എക്സ്റ്റെൻഡ് ഉള്ള വേവ്സ് ഉണ്ടാവില്ല. വേവ് ട്രെയിൻസ് ആയിട്ടാണ് പോവുക, റാൻഡമായിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ എസ് എന്ന് പറയുന്ന ഒരു സോഴ്സിൽ നിന്നും രണ്ട് വേവ് ഒന്നിച്ചങ്ങിറങ്ങുക. അപ്പോൾ അവിടുത്തെ ആ രണ്ട് വേവിൻ്റെ ഡിസ്റ്റൻസ്
ഡെൽറ്റ എസ് ഈസ് 2 ലാംഡ. അതൊരു വേവ് ട്രെയിനാണ്. അതിങ്ങനെ പുറകെ പല പല വേവ് ട്രെയിൻസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വേവ് ട്രെയിൻ ആയതുകൊണ്ട് ഈ ഫേസ് കോൺസ്റ്റൻസി, ഫേസ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് ഈ ഡെൽറ്റ എസിനുള്ളിൽ ഒതുങ്ങി നിൽക്കും. മനസ്സിലായല്ലോ? മറ്റേ ഇൻഫൈനൈറ്റ് വേവ്സ് ആകുമ്പോൾ അത് പെർഫെക്റ്റ് ഐഡിയൽ കേസാണ്. അവിടെ വേവിൻ്റെ ഏത് പൊസിഷൻ എടുത്താലും ഈ പ്രശ്നമില്ല. പക്ഷേ വേവ് ട്രെയിൻസ് ആയിട്ടാണ് റിയൽ സോഴ്സിൽ നിന്ന് ലൈറ്റ് പുറത്തു വരുന്നത്. അപ്പോൾ ഒരു വേവ് ട്രെയിനിനുള്ളിലെ കൊഹിയറൻസേ ഉള്ളൂ, ടെമ്പറൽ കൊഹിയറൻസ് നടക്കുള്ളൂ. ആ ലെങ്തിനാണ് ഒരു വേവ് ട്രെയിനിൻ്റെ ലെങ്തിന് ആ കൊഹിയറൻസ് ലെങ്ത് എന്ന് പറയുക. ഒരു വേവ് ട്രെയിൻ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് കൊഹിയറൻസ് ടൈം. ഇതേ സ്ഥാനത്ത് അപ്പോൾ ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പേഷ്യൽ കൊഹിയറൻസ് എന്നും പറയും. കാരണം വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷനിലെ പോയിന്റുകളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നേരെ മറിച്ച് S1 S2 രണ്ട് പോയിൻറ്റ്സിൽ നിന്നും രണ്ട് വേവ്സ് പുറപ്പെടുക. ഈ രണ്ടിൻ്റെയും S1 S2 ഒരേ രീതിയിലാണ്, രണ്ടിൻ്റെയും ട്രെയിലിംഗ് എഡ്ജാണ് അവിടെ വന്നിരിക്കുന്നത്. S1 പ്ലസ് പോസിറ്റീവ് പീക്ക് വരുന്നിടത്ത് S2 പോസിറ്റീവ് പീക്കുണ്ട്, നെഗറ്റീവ് പീക്ക് വരുന്നിടത്ത് നെഗറ്റീവ് പീക്ക് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ S1 S2 വേവിൻ്റെ പ്രോപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിനിലെ രണ്ട് പോയിൻറ്റ്സാണ്. ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ഫേസ് കോൺസ്റ്റൻസി, ടൈം ഇൻഡിപെൻഡൻറ്റ് ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പേഷ്യൽ കൊഹിയറൻസ് എന്ന് പറയുക. അപ്പോൾ വേവ്സ് സൈഡ് ബൈ സൈഡായിട്ട് പോകുമ്പോൾ അത് തമ്മിലുള്ള ഫേസ് കോൺസ്റ്റൻസിയാണ്, അല്ല ഫേസ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഫേസ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സ്പേഷ്യൽ കൊഹിയറൻസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്പേഷ്യൽ കൊഹിയറൻസ് എന്ന് പറയുക. പക്ഷേ S1 S2 വളരെ അകലെയാണെങ്കിൽ ഈ സ്പേഷ്യൽ കൊഹിയറൻസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്, എസ്പെഷ്യലി റിയൽ സോഴ്സൊക്കെ എടുക്കുമ്പോൾ. അത് ഞാൻ മറ്റൊരു രീതിയിൽ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞു. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈക്വസ് ലാംഡ ഡി ബൈ സ്മോൾ ഡി. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ രണ്ട് സോഴ്സ് തമ്മിലുള്ള അകലമാണ്. ഡി കൂടുന്തോറും ബീറ്റ കുറയും, ഫ്രിഞ്ച് അങ്ങ് നാരോ ആകും, എന്നിട്ട് ഫ്രിഞ്ച് അങ്ങ് ഡിസപ്പിയർ ചെയ്യും. ഇൻ്റർഫറൻസ് നടക്കുന്നില്ലെങ്കിൽ, നല്ല ഫ്രിഞ്ച് കിട്ടുന്നില്ല, കൊഹിയറൻസ് ഇല്ലെന്ന അർത്ഥം. അപ്പോൾ S1 S2 ഏതകലം വരെ കൊഹിയറൻസ് കിട്ടുമോ അതാണ് സ്പേഷ്യൽ കൊഹിയറൻസിൻ്റെ ഒരു മെഷർ. സോ S1 S2 ഈസ് എ മെഷർ ഓഫ് സ്പേഷ്യൽ കൊഹിയറൻസ്. ഇനി നമുക്ക് ഇത് ഒന്ന്, അപ്പോൾ ടെമ്പറൽ കൊഹിയറൻസ് റെഫേഴ്സ് ടു ദി കോൺസ്റ്റൻറ്റ് ബ്രാക്കറ്റിൽ ഓർ ടൈം ഇൻഡിപെൻഡൻറ്റ് phase relationship between positions along the direction of propagation of the waves. This requires that the waves must be monochromatic. അതല്ലെങ്കിൽ കടന്നു പോകുന്ന മീഡിയം ഹോമോജിനസ് ആയിരിക്കണം. വെലോസിറ്റി മാറിയാലും ഫേസ് റിലേഷൻ കോൺസ്റ്റൻ്റ് അല്ലാതാവും. Since real light sources emit wave trains of finite length, temporal coherence is limited to this length, called coherence length delta S. If there are n number of waves, capital N number of waves in a wave train, delta S equals n into lambda. സംശയമൊന്നും, ഇത് നേരത്തെ ഞാൻ ചർച്ച ചെയ്തതാണ്. Coherence time is the time required by a wave train to pass a point. This is given by delta t equals delta S by c, where c is the velocity of light. Distance by velocity annual time. A spatial coherence refers to the time independent phase relationship between 2 points in a plane perpendicular to the direction of propagation.
അത് അത്രയും. ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ കൊഹിയറൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ സാധാരണ ഒരു ടൈപ്പ് ഇൻ്റർഫറൻസ്. അത് നമ്മൾ വിശദമായിട്ട് പുറകെ കാണാം. അടുത്ത ചോദ്യം, ഇഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ വേവ് ലെങ്ത് 660 നാനോമീറ്റർ has wave trains 20 lambda long, what is its A. coherence length, B. coherence time? അപ്പോൾ അത് ഒന്ന് കാണാം. ഇവിടെ ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. ഒരു വേവ് ട്രെയിനിൻ്റെ ലെങ്ത്, അതാണല്ലോ കൊഹിയറൻസ് ഉണ്ട്. ചുരുക്കത്തിൽ ഡെൽറ്റ എസ് ഈസ് 20 ലാംഡ. ദറ്റ് ഈസ് 20 ഇൻറ്റു ലാംഡ ഇവിടെ തന്നിട്ടുണ്ട് 660 നാനോമീറ്റർ. ആൻസർ ഈസ് 13200 നാനോമീറ്റർ. അപ്പോൾ കൊഹിയറൻസ് ലെങ്ത് കിട്ടി. ഇനി കൊഹിയറൻസ് ടൈം ഡെൽറ്റ ടി ഈക്വൽസ് ഡെൽറ്റ എസ് ബൈ സി. ദറ്റ് ഈസ് ഡെൽറ്റ എസ് അപ്പം മീറ്ററിലാക്കണം, കാരണം ലൈറ്റിൻ്റെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പോൾ 13200 നാനോമീറ്റർ ആയിരുന്നു. അതിനെ മീറ്റർ ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁻9 ബൈ 3 ഇൻറ്റു 10⁸. ദറ്റ് ഈസ് 4400 ഇൻറ്റു 10⁻17 സെക്കൻഡ്. Another one. Determine the number of waves per wave train in the light from A. the green mercury line of lambda 546 nanometer, whose coherence length is 11 millimeter. B. helium neon laser of lambda 633 nanometer of coherence length 20 kilometer. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഡെൽറ്റ എസ് ഈക്വൽസ് എൻ ഇൻറ്റു ലാംഡ, നമ്പർ ഓഫ് വേവ്സ് ഇൻറ്റു വേവ് ലെങ്ത്. സോ എൻ ഈക്വൽസ് ഡെൽറ്റ എസ് ബൈ ലാംഡ. ആദ്യത്തെ കേസിൽ മെർക്കുറി ഗ്രീനിൻ്റെ കാണേണ്ടത് നമ്പർ ഓഫ് വേവ്സ്. അപ്പോൾ എൻ ഈക്വൽസ് ഡെൽറ്റ എസ് 11 millimeter എന്ന് തന്നിട്ടുണ്ട് മെർക്കുറി ഗ്രീൻ. അപ്പോൾ അതിനെ മീറ്റർ ആക്കുമ്പോൾ 11 ഇൻറ്റു 10⁻³ മീറ്റർ ബൈ ലാംഡ ഈസ് 546 നാനോമീറ്റർ. അപ്പോൾ ഇൻറ്റു 10⁻⁹. ആൻസർ ഈസ് 20,000. അത്രയും വേവ്സ് ഒരു വേവ് ട്രെയിനിൽ വരും. ഹീലിയം നിയോൺ ലേസറിൻ്റെ കേസിൽ എൻ ഈക്വൽസ് ഡെൽറ്റ എസ് അവിടെ 20 കിലോമീറ്റർ. അപ്പോൾ 20 ഇൻറ്റു 10⁻³ മീറ്റർ ആക്കുമ്പോൾ ബൈ 633 ഇൻറ്റു 10⁻⁹. ആൻസർ ഈസ് 31.6 ഇൻറ്റു 10⁻⁹. That much number of waves. Another one. Why is the light from an ordinary light source called incoherent? Answer. അവിടെ അറ്റോമിക് ട്രാൻസിഷൻസ് ഒക്കെ നടക്കുന്നത് ഒരു റെഗുലാരിറ്റി ഇല്ലാതെ റാൻഡമായിട്ട്. അപ്പോൾ പല വേവ് ലെങ്ത് പല ഫ്രീക്വൻസിയുള്ള വേവ്സ് പുറത്ത് വരുന്നുണ്ട്. അതും ഇൻ സ്റ്റെപ്പ് ആയിരിക്കില്ല, അറ്റ് റാൻഡമായിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അത് incoherent. Because it consists of many frequencies randomly emitted by the source. There is no order or predictable relationship among all these frequency components of the light. That's the answer. Another one. Monochromaticity is a term that implies dash coherency. അല്ല കൊഹിയറൻസ് രണ്ടും ഉപയോഗിക്കാം. ടെമ്പറൽ കൊഹിയറൻസിൻ്റെ മറ്റൊരു പേര് മോണോക്രോമാറ്റിസിറ്റി. ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്സിൽ അത് പറഞ്ഞതാണ്. അനദർ വൺ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ടു അച്ചീവ് കൊഹിയറൻറ്റ് ലൈറ്റ് ഫ്രം an ordinary source of light? ഓർഡിനറി സോഴ്സിൽ നിന്നും പല ഫ്രീക്വൻസി അല്ലെ പല വേവ് ലെങ്തിലുള്ള റേഡിയേഷൻ പുറത്ത് വരുന്നുണ്ട്, പല ഹൈറ്റിൽ നിന്നും വരുന്നുണ്ട്, ട്രാൻസ്വേഴ്സായിട്ട് പല പൊസിഷൻസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് സ്പേഷ്യൽ കൊഹിയറൻസും ടെമ്പറൽ കൊഹിയറൻസും അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം ഫ്രീക്വൻസി ലിമിറ്റ് ചെയ്യണം.
അപ്പോൾ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ഒരു ആവശ്യമുള്ള ഒരു വേവ് ലെങ്തിനെ മാത്രം നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഫിൽറ്ററിങ് പ്രോസസ്സാണ്. അപ്പോൾ ടെമ്പറൽ കൊഹിയറൻസ് സാധ്യമാകും. അത് കഴിഞ്ഞ് സ്പേഷ്യൽ കൊഹിയറൻസ് നടക്കണമെങ്കിൽ മുമ്പേ ഞാൻ കാണിച്ച പോലെ S1 S2 എത്രയും കുറഞ്ഞിരിക്കണം. അപ്പോൾ അതിന് പിൻ ഹോളിൽ കൂടെ കടത്തി വിടുക, ഒരു നാരോ സ്ലിറ്റിൽ കൂടെ കടത്തി വിടുക. ഇതാണല്ലോ നമ്മൾ ലാബിലും ഒക്കെ ചെയ്യുന്ന ഇൻ്റർഫറൻസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ പിൻ ഹോൾസാ അല്ലെങ്കിൽ നാരോ സ്ലിറ്റ്, ലെങ്ത് കുറഞ്ഞ നാരോ സ്ലിറ്റ് അവിടെ ഉപയോഗിക്കുന്നത്. അത് കാരണം സ്പേഷ്യൽ കൊഹിയറൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആൻസർ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് കൊഹിയറൻറ്റ് ലൈറ്റ് ഫ്രം ആൻ ഓർഡിനറി സോഴ്സ് by passing the light through filters to achieve temporal coherence, and then through a pinhole or short and narrow slit to achieve spatial coherence. Thank you.